നമസ്കാരം. ഫെബ്രുവരി 19 തീയതിയുള്ള ബാക്കി കറണ്ട് അഫയേഴ്സ് ആണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനമാണ്. കേരളത്തിന്റെ സ്ഥാനം 5ാം സ്ഥാനത്താണ്. സമുദ്രയാൻ പരീക്ഷണ ഘട്ടം, അതായത് മനുഷ്യനെ കടലിന്റെ അടിയിൽ എത്തിക്കാനുള്ള സമുദ്രയാൻ എന്ന പദ്ധതി മത്സ്യ 6000 എന്ന അന്തർവാഹിനി പരീക്ഷണം വിജയമായി പൂർത്തീകരിച്ചു. അടുത്തത്, മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് താരം ആർ രഘുനാഥ് അന്തരിച്ചു. മുൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് താരം ആർ രഘുനാഥ് അന്തരിച്ചു. അടുത്തത്, മുത്തങ്ങ സമരത്തിന് ഇന്ന് 22 വയസ്സ്. 2003 ഫെബ്രുവരി 19 മുത്തങ്ങ സമരം നടന്നത്. എന്റെ ഭൂമി പോർട്ടൽ കേരള സർക്കാരിന്റെ ഒരു ഡിജിറ്റൽ സംഭവമാണിത്. ഭൂരേഖ മാനേജ്മെന്റ് സുതാര്യവും പ്രാപ്യവും സൗകര്യപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഈ ഒരു ആപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട്, എലോൺ മസ്ക് ശതകോടീശ്വരനായിട്ടുള്ള എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി AI ചാറ്റ് ബോട്ടായ ഗ്രോക്ക് 3 പുറത്തിറക്കി. എലോൺ മസ്ക് കമ്പനിയായ AI ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3 പുറത്തിറക്കി. ശ്രീവരാഹം ബാലകൃഷ്ണൻ അന്തരിച്ചു. കഥാകൃത്തും സിനിമാ നിരൂപകനുമായിട്ടുള്ള ശ്രീവരാഹം ബാലകൃഷ്ണൻ അന്തരിച്ചു. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് പാകിസ്ഥാനിൽ ആരംഭിച്ചു. മറ്റു വേദികൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ദുബായിലുമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് പാകിസ്ഥാനിൽ ആരംഭിച്ചു. മറ്റൊരു വേദി എന്ന് പറയുന്നത് ദുബായിയാണ്. അതുപോലെ തന്നെ എൻ പ്രൗഡ്, ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് എൻ പ്രൗഡ് എന്നുള്ളത്. എൻ പ്രൗഡിന് ഒരു ഫുൾ ഫോം ഉണ്ട്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നുള്ളതാണ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നുള്ളതാണ് എൻ പ്രൗഡ് എന്ന പദ്ധതി പ്രകാരം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് US-ന്റെ മാൻകൈൻ കോർപ്പറേഷൻ ഇൻഹൈലർ ഇൻസുലിൻ അഫ്രൈസ എന്നുള്ള ഒരു നെയിമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്ത്യയിലും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് അനുമതി ലഭിച്ചതായിട്ട് ഇന്നത്തെ പത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. US-ൽ ആസ്ഥാനമായിട്ടുള്ള മാൻകൈൻ കോർപ്പറേഷൻ ഇൻഹൈലർ ഇൻസുലിൻ അഫ്രൈസ എന്നുള്ള ഒരു പ്രോഡക്റ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടൊരു മെഡിസിൻ നമുക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചു. ഇത്രയാണ് ഇന്നത്തെ 2025 ഫെബ്രുവരി 19 കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സെക്രട്ടറി റസ്റ്റിനായി താങ്ക് യു.